ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് അവർ ഫാമിലി. അങ്ങനെ ചക്കര കുട്ടിക്ക് ഊട്ടിയിട്ട് പഠിക്കുകയാണ്. ചക്കരക്കൊരു കുട്ടി ഉണ്ടായാൽ ചക്കര ഇങ്ങനെ തിന്നാൻ കൊടുക്കും എന്നുള്ളത് ചക്കര കാണിച്ചു തരാണ് ഗായ്സ്. അപ്പോൾ ഇതാ നല്ല മാമ്പഴവും വെള്ളരിക്കയും നമ്മളെ ഇങ്ങനത്തെ കണ്ടോ കണ്ടോ. ഓക്കെ ഗായ്സ്, അപ്പോൾ എന്തായാലും എൻ്റെ പ്രൊഡക്റ്റ് നന്നായിട്ട് തിന്നുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. കണ്ടോ, കൊടുത്തില്ലാന്നുണ്ടെങ്കിൽ ഓള് ഇങ്ങനെ ഇങ്ങനെ പറയൂ, അടി വരെ കിട്ടും. മാങ്ങ കണ്ടിട്ട് ഓൾക്ക് കടന്നുറങ്ങാൻ പോകാൻ മനസ്സില്ലാതാണ് ഗൈസ്. ഇന്നത്തെ ഒരു വ്ളോഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൊച്ചു വിശേഷമാണ്. വിശേഷമൊക്കെ ഞാൻ പങ്കിടാം. ഇന്ന് ഒരു വെറൈറ്റി സംഭവം ഉണ്ടാക്കുന്നുണ്ട്. കൊയ്ത്തല്ല, ഇത് നല്ല ഒരു ഡിഷാണ്. ഇത് കൊയ്ത്തെന്നല്ല, നല്ല ചേന വറുക്കാണ്. അപ്പോൾ വറുത്തത് ഇങ്ങനെ ഇതെന്താ ചിപ്സ് വറുത്തമാതിരി വറുത്തത്. ശരിക്കും ഇതിന്റെ കളർ ഇങ്ങനെ നല്ല വരണ്ട്. എന്ത് മഞ്ഞ ഒന്നുമില്ല മഞ്ഞപ്പൊടി മുളക് പൊടി മാത്രം മതി എന്ന് പറഞ്ഞേ. ഉപ്പില്ല. അപ്പോ മരോൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് അമ്മായമ്മ ഉണ്ടാക്കി കൊടുക്കാണ്. ചേന ഇഷ്ടാണെന്ന് പറഞ്ഞു. ഓൾക്ക് വേണ്ടി വാങ്ങിയതാണ് അതേ. ഞാൻ തിന്നു. അതായത് സാധനം ഉണ്ടാക്കാൻ ചെറിയൊരു പണിയാണ്, പക്ഷെ തിന്നാൻ ഭയങ്കര ടേസ്റ്റുമാണ്. ഭയങ്കര ചൊറിച്ചിലാണ്. പണ്ട് നല്ല പൊരിച്ചീനി. പണ്ട് ഇത് ഉരുളൻകിഴങ്ങ്, കത്തിരിക്കായ്, അങ്ങനത്തെ വെറൈറ്റി സംഭവങ്ങൾ പൊരിച്ചിരുന്നു. ഇപ്പോഴാണ് അത് മാറിയത് ഗൈസ്. അപ്പൊ ഗൈസ്, എന്നാ അമ്മ പെരുന്നാളെന്നാ? 6-ാം തീയതിയോ 7-ാം തീയതി അല്ലേ വരിക? അതെന്ത് അത് വലിയ പെരുന്നാളല്ലേ? മറന്നുപോയി ഗൈസ്, മറന്നുപോയി. അങ്ങനെ ഇജ്ജ് വന്നിട്ട് രണ്ടാമത്തെ പെരുന്നാളല്ലത്? അതാ ഒന്നാമത്തെ? രണ്ടാമത്തെ. കാരണം വലിയ പെരുന്നാള് പെറ്റി കിടക്കാണ് അല്ലേ? അപ്പോൾ 2 വയസ്സായോ? 2 വയസ്സായോ? ഇപ്പൊ രണ്ടാമത്തെ പെരുന്നാൾ എന്ന് പറഞ്ഞാ വലിയ പെരുന്നാള് വേഗം കുട്ടി ജനിച്ചിട്ട് 2 കൊല്ലായി. രണ്ടാമത്തെ വലിയ പെരുന്നാള് കൊള്ളാൻ വേണ്ടി പോവുകയാണ്. കഴിഞ്ഞ വലിയ പെരുന്നാൾക്ക് അല്ലേ? ബലി പെരുന്നാൾക്ക് ആരുണ്ടായിരുന്നു? വാപ്പ ഉണ്ടായിരുന്നു അന്ന്. അല്ലെ, കഴിഞ്ഞ വലിയ പെരുന്നാൾക്ക് ഉണ്ടല്ലോ മുടി അളച്ചലിനൊക്കെ നമ്മള് പോയില്ലേ? ഈ ചെറിയ പെരുന്നാൾക്കല്ലാത്ത ചെറിയ പെരുന്നാൾക്കാണ് ഉണ്ടാവാതിരുന്നല്ലേ? ഈ ചെറിയ പെരുന്നാൾക്ക് വലിയ പെരുന്നാൾക്കും ഉണ്ട്. വലിയ പെരുന്നാൾ കഴിഞ്ഞ് എവിടേക്ക്? ഹോസ്പിറ്റലിലേക്കോ? തൃശ്ശൂർക്ക്. ആ പോക്ക് പോയതാണ്, പിന്നെ വന്നില്ല. ഓക്കെ ഗൈസ്, അപ്പൊ അങ്ങനെയാണ് ഉണ്ടായത്. അവസാനത്തെ പോക്കാണ്. അന്ന് വേറെ കൂട്ടാക്കിയില്ലല്ലോ അല്ലേ? അത് കഴിഞ്ഞിട്ട് നമ്മൾ 1-2 മാസം ഒരു എത്ര ദിവസം നമ്മൾ തൃശ്ശൂർ ഉണ്ടായിന്? 12-14 ദിവസം തൃശ്ശൂരും കോഴിക്കോട് കുറെ ഉണ്ടായിരുന്നില്ലേ ഗൈസ്. നിജാസിന് ഒരു ദിവസം പോലും ഉറക്കല്ല ചക്കരനെ കാണാതെ. എന്നാ വരുന്നേ ചക്കരെ? വരുന്നില്ലേ? ഈ വീക്കിൽ വരുന്നുണ്ട് കാരണം എൻ്റെ അടുത്ത്. ഈ വീക്കില്, ഈ ആഴ്ചയില് എന്നോട് പറഞ്ഞിട്ടില്ല? അത് പറയും മൂത്ത അളിയനായിട്ട് ബന്ധല്ലേ എന്ന്. അപ്പൊ ഗൈസ്, ഇനി വേറൊരു സംഭവം ചോദിക്കാൻ വേണ്ടി പോവാണ്. ഇപ്പൊ സാധാരണ സിനിമ മൈക്കും ഉമ്മക്ക് കൊടുക്ക്. സാധാരണ ചക്കര എടുക്ക പ്രസവത്തിന് നിക്കാൻ പോകുന്നു തിരൂര്. സിനിമ എവിടെ നിക്കാൻ പോകുന്നത്? ഇതുവരെ പ്ലാൻ ആയിട്ടില്ല. കൺഫേം ആയി കഴിഞ്ഞാൽ അങ്ങനെ. എന്താണ് അതിന്റെ അഭിപ്രായം ഉമ്മാനോട് ചോദിച്ചു നോക്കുകയാണ്. നല്ല അഭിപ്രായം.
40 ദിവസം കട്ടുമ്പൊന്ന് ഇറങ്ങാതെ തിന്നാൻ കിട്ടും. അതാ അല്ല നിങ്ങക്ക് നല്ല അഭിപ്രായ നിങ്ങള് പ്രസവിക്കണ കാലത്ത് നിങ്ങക്ക് അങ്ങനെ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ ഇപ്പൊ നിങ്ങള്? അന്ന് പച്ചള കിട്ടും ഇട്ടപ്പം മകാരി മറക്കായി ഒക്കെ ഉഴിച്ചിലൊക്കെ നിങ്ങക്ക് അന്ന് കിട്ടിക്കണോ? ഉയ്യൊന്നുമില്ല. തൈരൊക്കെ തേച്ചിട്ട് നല്ല കുളിപ്പിച്ചു. പിന്നെ ലേഖം 2 ലേഖം തരും. 2 ലേഖം തരും. അരിഷ്ടം തരും. അരിഷ്ടം തരും. മറ്റേ മനെ കാണാതെ ജനറൽ കൂടെ തോക്കും. മറ്റേ അപ്പൊ ഗൈസ് എന്നിട്ട് നിങ്ങൾ ഇവരെയും കൊണ്ട് കുടിപ്പിക്കൂ. പിന്നെ ആട്ടുസൂപ്പ് പിന്നെ ഇഷ്ടമായിരുന്നു. ഈ ആടിഞ്ഞില്ലല്ലോ. സൗഫിനെ പെറ്റിറങ്ങുമ്പോ സൗഫി എന്തായിട്ട് ആട് വാങ്ങിക്കൊടുക്കൂട്ടോ. 1/2 കിലോ വെച്ച് ഇങ്ങനെ കസായം വെച്ച് കൊടുക്കും. ഓള് തിന്നേയല്ല. ഇങ്ങോട്ട് എന്തായിട്ടെന്ന് അറിയാം, ഇത് ഇറച്ചി ഇങ്ങോട്ട് ഊറ്റിയിട്ട് വെറും വെള്ളം അങ്ങോട്ട് കൊടുക്കും. ഇവിടെ കണ്ണും മൂക്കും ഇങ്ങനെ പൊത്തും കൂടെ കുടിച്ചു. അപ്പൊ ഇത്ര ഇടങ്ങാറായിട്ട് കുടിക്കേണ്ട ആവശ്യം എന്താ? ഒരാള് പെറ്റ ഒരാട് തിന്നണം. ഒരാട് തിന്നണോ? ആടിന്റെ കാലും കയ്യും ഊര, പിന്നെ തണ്ടല്, പിന്നെ ഊരപ്പെട്ടി, നെഞ്ഞ്, തല, തലച്ചോറൊക്കെ തിന്നണം. നിങ്ങളൊക്കെ തിന്നണോ? ഞാൻ തിന്നണേ. അപ്പൊ നിങ്ങളെ അഭിപ്രായം അതാണ്, പോയി നിക്കലാണ് നല്ലത്? തള്ളാർക്കും പണിയില്ല, കുടിയിലും പണിയില്ല. മറ്റേ കണ്ട തിരുമ്പി മരുന്നല്ലേ? തിരുമ്പണം. അല്ല, അപ്പൊ സാധാരണ ഓരോ ആൾക്കാർ ഓരോ പെണ്ണുങ്ങളാരെ കൊടുത്ത് നിർത്തുന്നത് എന്തിനാ? അതും ഇതൊക്കെ തന്നെയാണ്. ചോൽക്ക് അതേമാതിരി പൈസ കൊടുക്കണ്ടേ? ഒരിക്കും കൊടുക്കണം. 40,000 50,000 40,000. ഭക്ഷണവും ചെലവും ഡ്രസ്സും ഒക്കെ നമ്മൾ അറിയാം കൊടുക്കണം. അപ്പൊ അതിന് നിക്കണോലിക്ക് പിന്നെ പൈസ അധികം ഉണ്ട്. പക്ഷെ അത് ഒരു കാര്യം അറിയാം, അങ്ങനെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരെ പണി ഇപ്പൊ പോയി. അതന്നെ, ഒരുപാട് പോയി. എത്ര ആൾക്കാർ ആ ഒരു വരുമാനം കൊണ്ട് ജീവിച്ചിരുന്ന ആൾക്കാരുണ്ടെന്ന് പറയും. ഇങ്ങനത്തെ ഓരോ സ്ഥാപനങ്ങൾ വരുന്നോണ്ട് അവരുടെ ഒക്കെ പണി പോയി. പക്ഷെ അങ്ങനെ പക്ഷെ അങ്ങനെ എല്ലാരും എടുക്കൂല. മദാരിയില് അതള്ള പറഞ്ഞില്ലേ, ഞാൻ കുട്ടികൾക്കടെ പോയിരുന്നാണ്. പക്ഷെ മദാരി ഓക്കെ, ബാക്കിയുള്ളടത്ത് കൂടെ ഒക്കെ നല്ല പ്രൊഫഷണൽ ഇത് പഠിച്ചിറങ്ങിയ ആൾക്കാരാണ്. വിദ്യാഭ്യാസം ഒയ്യാനും അതേമാതിരി ഉണ്ടാക്കാനൊക്കെ പഠിച്ചിറങ്ങിയ ആൾക്കാരാണ് ചിലയിടത്ത് കൂടെ ഒക്കെ ഉള്ളത്. ഇപ്പൊ നമ്മള് ഓമനൈസിനെ വെക്കുകയാണെങ്കിൽ ഓമനെ ഏത് ഓമന? ഓമനെ എത്ര വെക്കണ്? ഹോം നേഴ്സ്. ഒരിക്കും കൊടുക്കണം ഈ പൈസ. ഒരിക്കും ഈ പൈസ കൊടുക്കണോ? പിന്നെ ഒരിക്കൽ ചോറ് കൂട്ടാന് കുട്ടി ഫസ്റ്റിലത്തെ കുട്ടിയെ കാണാൻ വരികയാണെങ്കിൽ ആ കാണുന്ന പൈസ ഒക്കെ കൊടുക്കണം. ചക്കരയുടെ കൂടെ ആരാ പോയി നിക്കുക? ഞാൻ പോവും. ഓ, അവര് കിട്ടല. പിന്നെ ചക്കര തള്ളാരല്ലേ പോയി നിക്കുക. അപ്പൊ നിജാസോ? നിജാസിനൊക്കെ 90 രൂപയോളം. ദിവസം നിങ്ങൾക്കും നന്നായിട്ട് തിന്ന് കൊഴുക്കാം, പണിയൊന്നും ഇല്ലാതെ. നമ്മള് നീച്ചാൻ പറ്റാതെ പോരുവെന്നാ പറഞ്ഞു. എന്തേ? അജുങ്ങ പണിയെടുക്കാതെ ഇരുന്നിട്ടേ. 40 ദിവസം കറക്റ്റ് ഉണ്ട്. അപ്പൊ ഇവളുടെ പ്രസവത്തിന്റെ ടൈമിൽ അണക്ക് എത്രയാവും? അണക്ക് ഞാൻ 90 കഴിഞ്ഞ് നീച്ച് 90ന്റെ കഴിയുമ്പോ ഭാവി പെറും. അപ്പൊ ഒന്ന് കഴിഞ്ഞാൽ അടുത്തത്. ഓക്കെ, അത് പെറുത്തി റെഡിയാക്കി നമ്മള് ചക്കര രണ്ടാമത്തെ റിലീസായിട്ട് റിലീസായേ പറയും. റിലീസോ? സിനിമ റിലീസാവാൻ. ഓക്കെ, അപ്പൊ എന്തായാലും ഗായ്സ് നമുക്കിനി ഫുഡ് കഴിക്കാം. അപ്പൊ ഉമ്മാന്റെ അഭിപ്രായം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉമ്മാക്ക് ഇതേമാതിരി എന്താണ് സ്ഥാപനങ്ങൾക്ക്, അപ്പൊ എല്ലാവരും ഇപ്പൊ ചെയ്യുന്ന പരിപാടിയാണ്. ഒരുവിധ ആൾക്കാരൊക്കെ ഇപ്പോൾ പോയി നിൽക്കുന്നുണ്ട്. ചിലപ്പോൾ പൈസ ഇല്ലാത്തോലും ആകെ ഇടങ്ങേറായിട്ട് നിൽക്കും. പൈസ ഉള്ളോലും എന്താക്കും, ഇപ്പോഴും അവനാരന്മാര് നോക്കുന്ന ആൾക്കാർ പണ്ടൊക്കെ അങ്ങനെ തന്നെ നോക്കിയാണ്. ഇപ്പോൾ ഓരോ കണ്ടുപിടുത്തങ്ങളൊക്കെ വന്നതാണ്. ഇപ്പൊ പെണ്ണുങ്ങളാരിപ്പോ അതൊരു ഇതാക്കിയിട്ട് കൊണ്ടുപോകുന്നുണ്ട് അല്ലേ? കഴിയണം. അപ്പൊ ചിലര് പറയും നിങ്ങൾ എന്തിനത് കാണിച്ചു. കുട്ടികളൊക്കെ നമ്മള് നോക്കണം, കുളിപ്പിക്കണം. 40 ദിവസം. പിന്നെ എന്തോ പറയുന്നത്, 40 ദിവസം കുട്ടീനെ രാത്രിയൊക്കെ നമ്മള് നോക്കണം. രാവിലെ ആരോക്ക? രാവിലെ ഓല് കുളിപ്പിച്ചു തരൂ.
അതിനൊരു മാങ്ങയും കൂടി ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഫുഡ് ഞാൻ കാണിച്ചു തരാം. ഇന്നത്തെ നമ്മുടെ വീട്ടിൽ ആകെ ഇത്ര പോകുന്ന ചെറിയ കുടുക്കയിലാണ് ചോറ് വെക്കുക. അതിൽ ചോറ് ഇതാ നമ്മുടെ ചേന പൊരിച്ചത്, ഇത് ബീഫ് അച്ചാറ്, പിന്നെ കടല മസാല, 2 തരം ഉണക്കമീൻ, കൊണ്ടാട്ട മുളകം, പയറ്, ഇതെന്ത് കറിയാമ്മ? എന്ത്? അമരിയും പരിപ്പും. ഓക്കെ, ഒന്ന് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് കാണാം. അങ്ങനെ ഗൈസ് നമ്മളെ വീട്ടിലെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഇത് പിറ്റേ ദിവസമായിട്ട് ഇതിൻ്റെ ബാക്കി വീഡിയോ എടുക്കണം. ഇന്നലെ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചാണ്, പക്ഷെ ഓരോ ഓട്ടത്തിലും തിരക്കുകളിലുമാണ് നമ്മളെ വീഡിയോ ഒന്ന് പിന്നാക്കാൻ പോയത് കേട്ടോ ഗൈസ്. എന്തായാലും ഇൻഷാ അല്ലാഹ് ഒക്കെ റെഡിയാക്കാം. നമ്മളെ ബിസിനസ്സിൻ്റെ ഓരോ ഓട്ടത്തിലാണ്. ബെഡ്ഷീറ്റ്, അതുപോലെ കിഡോപ്പി, അതിൻ്റെ കൂട്ടത്തിലാണ് നമ്മൾ ചാനലും കൊണ്ട് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നല്ല നല്ല വീഡിയോസുകൾ വരും. ഇനിയിപ്പോൾ നമുക്ക് പ്രഗ്നൻസി ടൈമായി, അതിലേക്ക് ഇനി ഹോസ്പിറ്റലിലും കാര്യങ്ങൾക്കൊക്കെ പോവാണ്ട് ഓരോ ഓട്ടങ്ങളാണ് അല്ലേ. എന്തായാലും ഇപ്പം ഞങ്ങൾ പോയി വരുന്നെടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് പെരിന്തൽമണ്ണ പോയതാണ് ഗൈസ്. ഗൈസ് അപ്പോൾ വഴിയോരത്ത് നല്ല അടിപൊളി മാങ്ങ ഉണ്ട്. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി നിന്നപ്പോൾ ഇത് വിൽക്കുന്ന ആളിവിടെ കാണാനില്ല. നല്ല മാങ്ങയും നല്ല പേരയ്ക്കൊക്കെ ഉണ്ട്. കാണുമ്പോൾ തന്നെ നമുക്കത് വാങ്ങി കഴിക്കാൻ തോന്നുന്നു. പക്ഷേ വാങ്ങണമെങ്കിൽ ഇവിടുത്തെ ആൾ വേണ്ടേ? അതവിടെ പോയിക്കൊണ്ട് ഭക്ഷണം കഴിക്കാൻ പോയോ എന്നൊരു സംശയം. ഈ കണ്ട മാങ്ങയൊക്കെ ഇപ്പോൾ അവിടെ വെച്ചങ്ങാണ്ട് ആളെ കാണാമല്ലോ ഗൈസ്. നമ്മൾ കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്തു, മാങ്ങക്കാരനെ കാണാനില്ല. നമ്മൾ നടു റോട്ടിൽ നിന്നുകൊണ്ട് പിന്നെ നമുക്ക് അവിടെ അധികം നേരം നിൽക്കാൻ പറ്റിയില്ല, അങ്ങോട്ട് പോകുന്നു. നമ്മൾ വിചാരിച്ച സാധനം നമുക്ക് കിട്ടിയില്ല ഗൈസ്. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് ഇനി 4-ാം തീയതി നമ്മുടെ മോളുടെ ബർത്ത്ഡേ ഉണ്ട്. മഴ കാരണം നമ്മളൊന്നും പ്ലാനൊന്നും ചെയ്തിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഇനി മഴ 2 ദിവസം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി സെറ്റ് ചെയ്യുള്ളൂ. മഴയത്ത് നമുക്കൊന്നും നടക്കൂല അല്ലേ. എന്താണ് വിശേഷം? പെരുന്നാൾ ഡ്രസ്സ് എടുക്കണ്ട, എല്ലാവരും പെരുന്നാൾ കോടിയൊക്കെ എടുത്തോ മക്കളെ. നമ്മൾ പെരുന്നാൾ കോടി എടുക്കണം, നാളെ പോയിട്ടെങ്ങാനും പെരുന്നാൾ കോടി എടുക്കണം വെച്ചിട്ടാണ്. പക്ഷെ എനിക്ക് നാളെ രാവിലെ ആകുമ്പോഴേക്കും കോട്ടയത്ത് എത്തണം. അങ്ങനെ ഓരോ ഓട്ടങ്ങളിലാണ്. എന്തായാലും ഇൻഷാ അല്ലാഹ് ഒക്കെ സെറ്റാവും അല്ലേ. നമ്മൾ ഇപ്രാവശ്യം പെരുന്നാൾക്ക് ഡ്രസ്സൊക്കെ കൊടുക്കാനുള്ളൊരു പ്ലാനിങ്ങിൽ നിന്നായിരുന്നു, പക്ഷെ അത് മൂഞ്ചി പോയി. അടുത്ത പ്രാവശ്യം നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ മക്കൾക്ക് സ്കൂൾ ബാഗ് അങ്ങനത്തെ ഒക്കെ ഒരു പരിപാടി നോക്കണം എന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ അതും മുഞ്ചിപ്പോയി. അതിൻ്റെ ഇടയിൽ കുറച്ച് ഫിനാൻഷ്യലി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് ബിസിനസ്സൊക്കെ ആവുകൊണ്ട് അതിൻ്റെ ഇടയിൽ അങ്ങോട്ട് പെട്ടുപോയി. എന്തായാലും ഇൻഷാ അല്ലാഹ് ഇതൊക്കെ സെറ്റ് ചെയ്താൽ നല്ല രീതിക്ക് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നൊരു കാലം വരുന്നുള്ള പ്രതീക്ഷയിൽ മുന്നോട്ട് പോവുകയാണ്. പറ്റട്ടെ, നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും സപ്പോർട്ടും കൂടെ വേണം അല്ലേ. ഓക്കെ, എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഇവരൊക്കെ എല്ലാവർക്കും ബൈ. മോളെ കൊടുത്തിട്ടില്ല കേട്ടോ, മോളെ നമ്മൾ ഉമ്മാൻ്റെ അടുത്ത് ആക്കിയിട്ട് പോകുന്നവർക്കാണ്. കാരണം ഓള് ഞങ്ങൾ വരുമ്പോൾ ഉറങ്ങുകയായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ ഉറക്കത്ത് നീപ്പിച്ചില്ല. ഞങ്ങൾ പെരുന്തൽമണ്ണയ്ക്ക് കേട്ടോ വന്നിട്ടുള്ളത്. ഞങ്ങൾ ഡോക്ടറൊക്കെ കണ്ട് തിരിച്ച് റിട്ടേൺ വീട്ടിലോട്ട് പോവുകയാണ് അല്ലേ. ഓക്കെ, എന്തായാലും ബൈ.